ഒരു അടിപൊളി പ്ലഞ്ച് പൂളുള്ള ഒരു വില്ലയെ പറ്റിയുള്ള ഒരു വീഡിയോ ആണിത്. തേക്കടിയിലുള്ള ഗ്രീൻവുഡ്സ് റിസോർട്ട് എന്ന് പറയുന്ന റിസോർട്ടിലെ പ്ലഞ്ച് പൂൾ വില്ലയുടെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഇത്തവണത്തെ വീഡിയോ. ഇത് പെയ്ഡ് പ്രൊമോഷന് വേണ്ടി ഞാൻ ചെയ്യുന്ന വീഡിയോ ഒന്നുമല്ല. ഞാൻ ഇടുക്കിയിൽ പോയപ്പോഴേക്ക് ഞങ്ങൾ സ്റ്റേ ചെയ്ത ഈ ഒരു റിസോർട്ടിൻ്റെ കാഴ്ചകൾ കണ്ടപ്പോൾ എനിക്ക് വീഡിയോ ചെയ്താൽ കൊള്ളാമെന്ന് തോന്നി. അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്യുന്നത്. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ പ്ലഞ്ച് പൂൾ വില്ല. ഇതൊരു പ്രീമിയം പ്രോപ്പർട്ടിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടോ ഫാമിലിയായിട്ടോ ഒക്കെ ഒരു മെമ്മറബിൾ ആയിട്ടുള്ള ആനിവേഴ്സറീസ്, സെലിബ്രേഷൻസ് അങ്ങനെയുള്ള വെക്കേഷനൊക്കെ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൺസിഡർ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ്. ഇതാണ് ഈ വില്ലയുടെ അകത്തേക്ക് കയറുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ. ഇതാണ് അവിടുത്തെ ബാത്റൂം. വളരെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു പ്രീമിയം പ്രോപ്പർട്ടി തന്നെയാണ്. പിന്നെ വളരെ വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഒരുപാട് പ്ലഞ്ച് പൂൾ അവൈലബിൾ ആണ്. പ്രീമിയം സ്യൂട്ടായിട്ടുള്ള സെപ്പറേറ്റ് പൂളുള്ള വില്ലാസും അവൈലബിൾ ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് ആയ റേറ്റും ഇവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ ഫുള്ളും കാണുക. ഇതുപോലത്തെ റിസോർട്ട് നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണമെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇവിടുത്തെ മറ്റൊരു പ്രത്യേകത, ഇവർ പെറ്റ്സായിട്ട് കുറച്ച് പക്ഷികളെയും മൃഗങ്ങളെയൊക്കെ ഇവർ സംരക്ഷിച്ച് വളർത്തുന്നതുകൊണ്ട്. ഇവിടെ ടൂറിസ്റ്റുകൾ ആകർഷിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ കാണിച്ചു തരാം. ഗുജറാത്തിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ഗിർ എന്ന് പറയുന്ന പശുക്കളാണ് മറ്റൊരു ആകർഷണം. ഇതിൻ്റെ പാലൊക്കെ ഇവർ എടുക്കാറുണ്ട്. 2 മാസമാകുമ്പോൾ പ്രസവിക്കും. 2 മാസം ഞാൻ പ്രസവിക്കുമോ? 8 മാസം. ഇത് എവിടെ നിന്നാണ് കൊണ്ടുവന്നത്? ഇതിന്റെ വർഗത്തിന് ഗുജറാത്തിൽ നിന്നാണ് കൊണ്ടുവന്നത്. ഇതിന്റെ കഥ എന്താ പറഞ്ഞാൽ, ഗുജറാത്തിൽ ഗീർവനം ചെറിയ ദ്വീപ്, അതിലുള്ള പശുവാണ്. ആ നാട്ടിൽ ഗുജറാത്തിൽ മുഴുവൻ ഇതായി. അത് 10ഉം 100ഉം പശുക്കളെ കൊണ്ട് മേയാൻ കൊണ്ടുപോകും നാട്ടിലെ. അവിടെ വെച്ച് ആ മൂരിയായി ബന്ധപ്പെട്ട് നാട്ടിൽ വന്ന് പ്രസവിച്ചപ്പോൾ ഗീർ. ഇത് പിന്നെ മുഴുവൻ ഗീറായി. കൊണ്ടോട്ടി ഗ്രൂപ്പ് ഓഫ് ഹോട്ടൽസിൻ്റെ ആണ് ഈ ഒരു ഗ്രീൻവുഡ്സ് എന്ന് പറയുന്ന ഈ ഒരു ഹോട്ടലും. മൊത്തത്തിൽ അവർക്ക് 7 പ്രോപ്പർട്ടി ഉണ്ട്. അപ്പോൾ ഈ 7 പ്രോപ്പർട്ടിയിലേക്കും അവർ യൂസ് ചെയ്യുന്ന ബാഗും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ്ലി ഹാൻഡ് മെയ്ഡാണ്. ഈ കാണുന്ന ചേച്ചിമാരാണ് ഈ എല്ലാ ഹോട്ടൽസിലേക്കും എല്ലാ റിസോർട്ടിലേക്കും വേണ്ടിയിട്ടുള്ള ഇതുപോലത്തെ ബാഗും, പിന്നെ നമ്മൾ വരുമ്പോൾ നമ്മൾ റിസീവ് ചെയ്യാനായിട്ട് ഇട്ട് തരുന്നൊരു ബാമ്പു വെച്ചുണ്ടാക്കിയിട്ടുള്ളൊരു മാലയുണ്ട്. അപ്പോൾ ഈ മാലയെല്ലാം ഉണ്ടാക്കുന്നത് ഈ ചേച്ചിമാരാണ്. കംപ്ലീറ്റ്ലി റീസൈക്കിൾ ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു പ്രക്രിയയാണ് ഇവിടെ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ ഇവർ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള 4 മണിക്ക് തുറക്കുന്ന ഒരു തട്ടുകടയുണ്ട് കേട്ടോ. ഇത് ബേസിക്കലി നമ്മളിവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് ഒരു നാടൻ തട്ടുകട ആംബിയൻസിൽ ചായയും പലഹാരങ്ങളും കടിയൊക്കെ കഴിക്കാനുള്ള ചെറിയൊരു സെറ്റപ്പാണ്. ഒരു ഉണ്ടുവണ്ടിക്കകത്ത് കുറച്ച് ലോട്ടറിയും കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇവർ തന്നെ ചെയ്തിട്ടുള്ള ഒരു ചെറിയൊരു അട്രാക്ഷനാണ്. പിന്നെ ഇതല്ലാതെ ഇവിടെ ഉള്ളത് കുറച്ച് അഡ്വഞ്ചർ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ ചെറിയൊരു സിപ്പ് ലൈൻ ഉണ്ട്. നമ്മൾ സിപ്പ് ലൈൻ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് പോവുകയാണ്. ചെറിയൊരു സിപ്പ് ലൈനാണ്. അപ്പോൾ നിങ്ങൾക്ക് സിപ്പ് ലൈനിലൊക്കെ പോകാൻ പേടിയുള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് ഇതൊക്കെ സിമ്പിളായിട്ട് ട്രൈ ചെയ്യാം കേട്ടോ. ആ പേടിയൊക്കെ പോയി കിട്ടാനായിട്ടുള്ള ചെറിയൊരു സിപ്പ് ലൈനാണ്. നമ്മൾ 2-3 വട്ടം സിപ്പ് ലൈനിലൊക്കെ പോയി. പിന്നെ വേറെ ആൾക്കാർ വേറെ ആക്ടിവിറ്റീസൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇതാണ് ഇവിടുത്തെ ഒരു കോമൺ പൂളാണ് ഈ കാണുന്നത്. അത്യാവശ്യം വലിയൊരു പൂൾ തന്നെയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇവിടെയുള്ള വേറെ ആക്ടിവിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു കുക്കിംഗ് ക്ലാസ് ഉണ്ട്. നമുക്കിപ്പം ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള ഡിഷസോ അല്ലെങ്കിൽ ഇവിടുത്തെ മെയിനായിട്ടുള്ള ഷെഫ് ആൾക്കാർ നമ്മളെ സ്പെഷ്യലായിട്ടുള്ള ഡിഷ് ഉണ്ടാക്കാൻ പഠിപ്പിക്കും. നമുക്ക് ട്രൈ ചെയ്യാം. കൂടാതെ അവർ ട്യൂട്ടോറിയൽ ക്ലാസ്സൊക്കെ എടുത്തു തരും. അപ്പോൾ ഇത് ഈ കുക്കിങ്ങിനൊക്കെ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് കേരള സ്റ്റൈലായിട്ടുള്ള പലതരം ഡിഷസൊക്കെ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇവർ ചെയ്തൊരു സ്പെഷ്യലായിട്ടുള്ളൊരു ചിക്കൻ കറിയൊക്കെയാണ് ഇവർ കുക്ക് ചെയ്തത്. അതിനുശേഷം നമുക്കൊരു ഡാൻസ് ഉണ്ടായിരുന്നു. ഇവർ പുറത്തുനിന്നുള്ള ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഇവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് രാത്രി ഡിന്നറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. നമ്മൾ ഓർഡർ ചെയ്തത് ചപ്പാത്തിയും ചിക്കനും വെജിറ്റബിൾ കറിയൊക്കെ ആയിരുന്നു. രാവിലെ നമുക്ക് കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. എല്ലാ ജ്യൂസ് ഐറ്റംസും കാര്യങ്ങളുണ്ട്. പിന്നെ ടീ, കോഫി തുടങ്ങിയ ബിവറേജസ് ഉണ്ട്. പിന്നെ നമുക്ക് ആവശ്യമാണെങ്കിൽ ദോശ, അപ്പം, എഗ് ഓംലെറ്റൊക്കെ നമുക്ക് കിട്ടും. പിന്നെ ഈ കാണുന്ന നോർമലായിട്ടുള്ള പുട്ട്, ഇഡ്ഡലി, വട അങ്ങനെയുള്ള കാര്യങ്ങളും പൊങ്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അല്ലാതുള്ള നമുക്ക് സ്പെഷ്യലായിട്ട് കിട്ടുന്ന ഐറ്റംസാണ്. നമ്മൾ ഓർഡർ ചെയ്ത് തന്നെ നമുക്ക് കിട്ടുന്ന മസാല ദോശ, നോർമൽ ദോശ, ഓംലെറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ബുഫേ നല്ല ബുഫേ ആയിരുന്നു. നമുക്കൊരുപാട് ഇഷ്ടപ്പെട്ട നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡൊക്കെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ ശരിക്കും പുറത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ അതിനകത്തൊരു റിസോർട്ടുള്ള കാര്യം നമ്മൾ ഒരിക്കലും അറിയുകയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ സ്പെഷ്യൽ ഒക്കേഷൻസിന് അടുത്ത് വരുന്നത് ഒരു പ്രീമിയം സെറ്റപ്പാണ്. നമ്മൾ താമസിച്ച ഈ ഒരു പ്ലഞ്ച് പൂളിൻ്റെ റേറ്റ് നമുക്ക് ഏകദേശം ആയ റേറ്റ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 9,500 രൂപയാണ് ഏകദേശം ആയത്. അത് സീസൺ അനുസരിച്ച് വേരി ചെയ്യും.
പക്ഷേ നല്ലൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരു നല്ല റിസോർട്ടാണ് ഈ ഒരു കൊണ്ടോടി ഹോട്ടൽസിൻ്റെ ഗ്രീൻവുഡ്സ് തേക്കടി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി തരുന്നു. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത പ്രിയപ്പെട്ട കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ് മല്ലു ഗരാജ്. ദിസ് ഈസ് ദീപക് സൈനിങ് ഔട്ട്. താങ്ക് യു.